അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ആണ് പറയാൻ പോകുന്നത്. ഇത് പാരീസിൽ നടന്ന സംഭവമാണ്. ഫ്രാൻസിൽ തലസ്ഥാനമായ പാരീസിൽ നടന്നൊരു സംഭവമാണ്. ഞങ്ങൾ ഒരു ഏകദേശം 3 വർഷം മുമ്പാണ്, അല്ലെങ്കിൽ 2 വർഷമായി കാണും, എനിക്ക് ഓർമ്മ വരുന്നില്ല. അവിടെ പാരീസിന് പുറത്ത് യഥാർത്ഥത്തിൽ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു ട്രിപ്പ് പാരീസിലോട്ട് പോയി, അതായത് ഫ്രാൻസിലോട്ട് പോയി. ഫ്രാൻസിൽ ഈ സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സ്ട്രാസ്ബർഗ് വലിയൊരു സിറ്റിയാണ്. ആ സിറ്റിയുടെ അവിടെ നിന്നും ഉള്ളിലോട്ട് പോയിട്ട് വേറൊരു ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലമാണ്, വലിയ ടൗണാണ്. ആ ടൗണിൻ്റെ പേര് സെലസ്താന്നാണ്. എഴുതുമ്പോൾ അവർ സെലസ്താത്ത് എന്ന് പറയും, പക്ഷേ പ്രൊനൗൺസ് ചെയ്യുന്നത് സെലസ്ത എന്നാണ്. എനിവേ, ഞങ്ങൾ നാട്ടിൽ നിന്ന് പാരീസിൽ വന്ന് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് നമ്മൾ നടന്ന് ഒരു അറ്റത്ത് പോയാൽ, എയർപോർട്ടിനകത്ത് തന്നെ നമ്മൾ നടന്ന് പോയാൽ റെയിൽവേ സ്റ്റേഷൻ അറ്റാച്ച്ഡാണ്. ഫ്രാൻസിൽ ഹൈ സ്പീഡ് ട്രെയിൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊന്ന് കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് TGV എന്നാണ്. TGV ഹൈ സ്പീഡ് ട്രെയിനാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ എയർപോർട്ട് ഇറങ്ങി നമ്മുടെ പെട്ടിയൊക്കെ എടുത്ത് അത് റോൾ ചെയ്ത് നടന്നു പോയി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹാളാണ്, ഒരു റൗണ്ട് തരത്തിലുള്ളൊരു ഹോളാണ്. കണ്ടമാനം ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കസേരയും അതുപോലെ തന്നെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ഇരിക്കാനുള്ള സ്ഥലം കിട്ടി. അങ്ങനെ അവിടെ പോയി ഇരുന്ന് അവിടെ തന്നെ ഒരു ട്രെയിനിൻ്റെ കൗണ്ടറുണ്ട്, ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ. അവിടെ പോയി ഞങ്ങൾക്ക് പോകേണ്ടത് ഈ ആദ്യം ഒരു ജെം ഷോ നടക്കുന്നുണ്ട് സെലസ്തായിൽ. അപ്പോൾ സെലസ്തായിൽ പോയിട്ട് ജെം ഷോ കണ്ട് 2-3 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ പാരീസിൽ 2-3 ദിവസം തങ്ങി പിന്നെ നാട്ടിൽ വരാൻ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ പാരീസിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുക്കാനൊക്കെ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമോ അല്ല ഫ്രഞ്ച് മാത്രമേ അറിയാവുള്ളൂ. കൗണ്ടറിലിരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അങ്ങനെ TGV ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്ത് ആ ട്രെയിൻ ഒരു സമയം, ആ ട്രെയിൻ എത്താനുള്ള സമയം ആകുമ്പോൾ മാത്രമേ നമുക്ക് പ്ലാറ്റ്ഫോമിനകത്ത് കയറാൻ പറ്റുള്ളൂ. അതുവരെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കണം. അങ്ങനെ ഞങ്ങളുടെ സമയം വന്നപ്പോൾ ട്രെയിൻ ഒരു 10 മിനിറ്റ് വിടാൻ ഉള്ളപ്പോഴാണ് 10-15 മിനിറ്റ് കയറി വണ്ടിക്കകത്തിരുന്ന് മുകളിലൊക്കെ സാധനം വെക്കാനുള്ള സ്ഥലമുണ്ട്. വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെയറും അതുപോലെ തന്നെ ടേബിളും ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. നല്ല ട്രെയിൻ. അപ്പോൾ അതിനകത്ത് കയറിയിരുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി വിട്ട് ഭയങ്കരമായ സ്പീഡ് 360 km/h ആണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ അവിടെ നിന്നൊരു 2-3 മണിക്കൂർ എടുത്ത് സ്ട്രാസ്ബർഗ് എത്താനായിട്ട് നല്ല ശരിക്കും എൻജോയ് ചെയ്ത്. അങ്ങനെ അവിടെ എത്തി, സ്ട്രാസ്ബർഗിൽ ഇറങ്ങിയ ശേഷം ഞങ്ങൾ അവിടെ നിന്നൊരു ചെറിയ ട്രെയിനുണ്ട്, അവിടുത്തെ ഈ ലോക്കൽ ട്രെയിനാണ്. പിന്നെ സെലസ്തായിലോട്ട് പോകുന്നത് ഇതുപോലെയുള്ള ഹൈ സ്പീഡൊന്നുമല്ല, ലോക്കൽ ട്രെയിനാണ്. അതിനകത്ത് കയറി ഞങ്ങൾ സെലസ്തായിലെത്തി. അവിടെ എത്തിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അവിടെ എത്തിയിട്ട് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ആ സെലസ്തായിലെ റെയിൽവേ സ്റ്റേഷൻ വളരെ വിജനമാണ്. 1-2 ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഇറങ്ങി. അവരും പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പുറത്തിറങ്ങിയപ്പം ഒന്നും മനസ്സിലാകുന്ന ഒരു ബസ് സ്റ്റാൻഡുണ്ട്, പക്ഷേ ബസ് വരുന്നുണ്ട്. സംഭവം നമുക്ക് പോകേണ്ട സ്ഥലം, നമുക്കൊരു ടാക്സി വേണമായിരുന്നു. ടാക്സി സ്റ്റാൻഡ് അവിടെ എഴുതിയിട്ടുണ്ട്, ടാക്സി ഇല്ല. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്ന് എന്ത് ചെയ്യുമെന്നുള്ളൊരു വിഷമത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടാക്സി കുറച്ച് പാസഞ്ചേഴ്സിനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി. അങ്ങനെ അയാളടുത്ത് ചോദിച്ചപ്പം അയാൾ പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളൊരു ഒരു മുസ്ലിം മൊറോക്കൻ ഇമിഗ്രൻ്റ് ഡ്രൈവറായിരുന്നു. ഖാലിദ് എന്നാണെന്ന് അയാളുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അയാൾ ഞങ്ങളെ കൊണ്ടുപോയി വിട്ട്. പിന്നെ അപ്പം ഈ ഡ്രൈവർ ടാക്സി വണ്ടി ഉള്ളത് കൊണ്ട് അയാളോട്ട് ഞങ്ങൾ സംസാരിച്ച് ഒരു കാര്യം ചെയ്ത് ഞങ്ങളെ നാളെ ഷോയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ സെലസ്തായിൽ നിന്ന് പിന്നെയും ഒരു 20-25 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്തിൻ്റെ അതിൻ്റെ സെയിൻറ്റ് മേരി എന്നാണ്. ഓക്കെ, സാന്റ മരിയ ഓക്സ് മീൻസ് അങ്ങനെ എന്നാണ് പേര്, സാന്റ മരിയ. അങ്ങനെ ആ സ്ഥലത്താണ് ഷോ നടക്കുന്നത്.
അപ്പോൾ അവിടെ ഇയാളടുത്ത് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റുമോ, അയാൾ പറഞ്ഞ് കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ അയാളായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഇറക്കി. പക്ഷേ ആ ഷോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അമേരിക്കയിലെ വലിയ വലിയ ഷോ ഒക്കെ കണ്ടിട്ട് അവിടെ പോയപ്പോഴത്തേക്ക് ആ ഷോ ഒന്നും ഒരു അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ആ ഷോ ഇനിയിപ്പം വേണ്ട, വിട്ടേക്ക്, നമുക്ക് ഇവിടെ സമയം കളയണ്ട, ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ഈ സ്ഥലങ്ങൾ കയറി കാണാം, പോയി കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. മറ്റേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് അവിടെ അടുത്ത് തന്നെ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് കിട്ടി. അങ്ങനെ കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ആയി. ഒരു കാര്യം അവിടെ നോട്ട് ചെയ്ത് ഒരു ശ്രദ്ധിച്ചത്, പാരീസിൽ ഫ്രാൻസിൽ ഇൻ ജനറൽ അവിടെ ഈ കഫേ, അതായത് കോഫി ഷോപ്സ് എപ്പോഴും വളരെ ബിസിയായിട്ട് കണ്ട. അതായത് അതിനകത്ത് പേസ്ട്രീസ്, ക്രോസാൻഡ്, അതുപോലെ തന്നെ പേസ്ട്രീസ്, ഈ ബേക്ക് ചെയ്യുന്ന ഐറ്റംസ്, ബ്രെഡ്, ഇതെല്ലാം അവിടെ ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. എവിടെ പോയാലും ആൾക്കാർ കോഫി വാങ്ങിച്ച് ഈ ബ്രെഡും അതുപോലെ തന്നെ പേസ്ട്രീസൊക്കെ വെച്ച് വളരെ ആൾക്കാരെ കഴിക്കുന്നതായിട്ട് കാണുന്നു എല്ലായിടത്തും. അത് മാത്രമല്ല, ഈ കോഫി ഷോപ്പിൻ്റെ മുമ്പിൽ പോകുമ്പം നല്ല സുഗന്ധമാണ് ഈ ബേക്ക്ഡ് പ്രോഡക്ട്സിൻ്റെ. അതുപോലെ തന്നെ കണ്ണാടി ചില്ലിനകത്തൊക്കെ നല്ല നല്ല രസമുള്ള ക്രൊസാൻസും കണ്ടാൽ ഇരുന്നു പോകും. അതുപോലത്തെ അപ്പിയറൻസാണ് ഈ ക്രൊസാനിനൊക്കെ. അങ്ങനെ ഞങ്ങളും അവിടെ പോയി ഈ ഷോ കണ്ട് മടുത്തപ്പം ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ ഒരു കോഫി ഷോപ്പ് കണ്ട് അതിനകത്ത് കയറിയിരുന്ന് കോഫിയും കുറച്ച് പിന്നെ ഇതുപോലുള്ള പേസ്ട്രീസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ച്. എന്നിട്ട് ഞങ്ങൾ ഈ മൊറോക്കൻ ഡ്രൈവറിനെ ഫോൺ ചെയ്ത് പറഞ്ഞ്, നിങ്ങൾ വാ, നമുക്ക് മതിയായി, ഇവിടുന്ന് നമ്മളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു എയർബിഎൻബി എടുത്തിരുന്ന് അങ്ങനെ അയാൾ നമ്മളെ എയർബിഎൻബി കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു 3 ദിവസം അവിടെ താമസിക്കാനാണ് വിചാരിച്ചത്. 3-4 ദിവസം, 3 ദിവസം എൻ്റെ ഓർമ്മ. അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് പാരീസിൽ പോകണം. പക്ഷേ ആ പാരീസിൽ പോകാനുള്ള ടിക്കറ്റ് 3 ദിവസമോ 4, അവിടുത്തെ ഹോട്ടലും ബുക്ക് ചെയ്തിരിക്കുന്നത് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല, ടിക്കറ്റ് കയ്യിലുണ്ട്. അങ്ങനെ അപ്പം വേറെ വഴിയില്ല, ആ ബാക്കിയുള്ള സമയം ഷോയ്ക്ക് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചുറ്റുഭാഗത്ത് എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ, കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി കാണാം. അങ്ങനെ ഈ ഡ്രൈവറായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ ഇയാളുമായിട്ട് 2-3 ദിവസത്തെ എഗ്രിമെൻ്റ് ആക്കി. അയാൾ രാവിലെ നമ്മളെ കൊണ്ടുപോകും. പല ഒരു പാലസ് പോയി കണ്ട്, അതേപോലെ തന്നെ പഴയ അവിടുത്തെ ആൾക്കാർ താമസിച്ചിരുന്ന ഒരു പഴയ കെട്ടിടം, അതിനകത്ത് അവരുടെ ഈ പഴയ ഫർണിച്ചറും അത് ഒറിജിനലായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി. പിന്നെ ഇയാൾ ഞങ്ങളെ സ്ട്രാസ്ബോർഗിൽ ഞങ്ങൾ ട്രെയിനിൽ പോയി. അങ്ങനെ 2-3 ദിവസം നമ്മളവിടെ സമയം ചിലവഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാരീസിൽ പോകേണ്ട സമയം വന്നപ്പം, തിരിച്ച് പാരീസിൽ പോകേണ്ട സമയം വന്നപ്പം ഞങ്ങൾ പാരീസിൽ ട്രെയിനിൽ കയറി. അവിടെ ഇതേപോലെ തന്നെ TGV ഹൈ സ്പീഡ് ട്രെയിനിൽ കയറി പാരീസിലെത്തി ഒരു ടാക്സി പിടിച്ച് എയർപോർട്ടിനാണ് മറ്റേ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടൊക്കെ ഒന്ന് തന്നെയാണ്. അവിടെ ഇറങ്ങിയിട്ട് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ചെറിയ റൂമാണ്, തിരക്കേടില്ലാത്തൊരു ഹോട്ടലായിരുന്നു. സിറ്റിയുടെ നടുവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങി നടന്നപ്പം ഏകദേശം എനിക്കൊന്നൊരു 25 മിനിറ്റ്, ഒരു അരമണിക്കൂർ നടന്നാൽ മറ്റേ ഈഫൽ ടവേഴ്സ്, മറ്റേ ആ വലിയ ടവർ ഉണ്ടല്ലോ, ഈഫൽ ടവേഴ്സ് ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അങ്ങനെ നടന്നു പോയി. ഞങ്ങൾ ട്രെയിൻ എടുത്തില്ല. അതായത് ഇവിടെ മെട്രോ ട്രെയിൻസ് ഉണ്ട്, പലയിടത്തും പോകാനും മെട്രോ ട്രെയിൻസ് ആണ്. അപ്പോൾ മെട്രോ ട്രെയിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതൊരു വലിയൊരു സംഭവമാണ്, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ മെട്രോ ട്രെയിനിൽ എങ്ങനെ കയറണം, എവിടെ പോയി കയറണം എന്ന് ഐഡിയ ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഫ്രാൻസിൽ പോകുന്നത്. ഞാനും എൻ്റെ വൈഫുണ്ട് ഫ്രാൻസിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൽ നമ്മുടെ കൗണ്ടറിൽ നമ്മുടെ ഈ മറ്റേ ഇൻഫർമേഷൻ ഡെസ്ക് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത്, ഇവിടെ പോയിട്ട് താഴെ ഇറങ്ങണം, താഴെ ഒരു അണ്ടർഗ്രൗണ്ട് പോയിട്ട് അവിടെയാണ് മെട്രോ സ്റ്റേഷൻ, അടുത്തുള്ള സ്റ്റേഷൻ പറഞ്ഞു തന്ന്. ഞങ്ങൾ അവിടെ എത്തി, ട്രെയിനിൽ കയറി. ഞങ്ങൾ പോകേണ്ടടുത്ത് പോയി. 2 ട്രെയിൻ മാറി പോകണം നമ്മൾ പോകുന്നിടത്ത്. നമ്മളൊരു ട്രിപ്പ് പോയത് നമ്മുടെ ഈ പാരീസിൽ വലിയൊരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയം കാണാനായിട്ടാണ് പോയത്. ലൂവർ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ അവിടെ പോയി. പക്ഷേ ആ മ്യൂസിയം ഭയങ്കരമായ തിരക്ക്, അതായത് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കയറാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ നല്ല വെയിലും ഉണ്ടായിരുന്നു, ഞങ്ങളത് അബാൻഡൻ ചെയ്ത്.
അത് നേരത്തെ ബുക്ക് ചെയ്യണം, എന്തൊക്കെയോ നൂലാമാല ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങളത് പോകാൻ സാധിച്ചില്ല. അങ്ങനെ പിന്നെയും ഞങ്ങൾ നടന്ന് കുറച്ച് കോഫിയും അതൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഒരു മെട്രോ സ്റ്റേഷൻ കണ്ടുപിടിച്ച്, ആ മെട്രോ സ്റ്റേഷൻ്റെ താഴെ, എല്ലാ മെട്രോ സ്റ്റേഷനും താഴെയാണ്, അണ്ടർഗ്രൗണ്ട് ആണല്ലോ. അപ്പോൾ അവിടെ പോയി, അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കി ഞങ്ങൾ എത്തേണ്ട അടുത്ത് എത്തി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂടെ പിന്നെ വേറെയും പാസഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ ഒരു 4 പിള്ളേർ, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും, അവരും ഈ സ്റ്റേഷനിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വണ്ടി കാത്ത് നമ്മൾ നിൽക്കുന്ന പോലെ നമ്മുടെ പുറകിൽ നിൽക്കേണ്ടി വരും. അവരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഷയിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇവർ അവിടെ ഫ്രാൻസിൽ അവിടുത്തെ പൗരന്മാരല്ല, ഇവർ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രി ഉണ്ടല്ലോ, മറ്റേ പല കൺട്രീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലേതോ ഒരു കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരാണ്, പിള്ളേരാണ് എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇവരും അവിടെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളും ട്രെയിൻ കാത്ത് ഞാനും എൻ്റെ വൈഫ് അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഈ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എൻ്റെ ഒരു ബാക്കിലൊരു ബാഗുണ്ട്, ഒക്കെ പുറകിലിട്ടിരിക്കുകയാണ്. അത് ബാഗ് ഈ ഷോൾഡറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈ പിടിച്ച് നടക്കണ്ടല്ലോ, കൈ ഫ്രീ ആണ്, ബാക്ക് പാക്ക് എന്ന് പറയും. അങ്ങനെ ബാക്ക് പാക്കിനകത്ത് എൻ്റെ അമേരിക്കൻ പാസ്പോർട്ടുണ്ട്, പിന്നെ എൻ്റെ പേഴ്സ്, നമ്മളിവിടെ വാളറ്റ് എന്ന് പറയും, അതിനകത്തുണ്ട്. അതിനകത്ത് കാശുണ്ട്, എൻ്റെ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ട്. ഇതെല്ലാം എൻ്റെ ബാക്ക് പാക്കിനകത്തുണ്ട്. അപ്പോൾ ബാക്ക് പാക്ക് സുരക്ഷിതമാണ്, അത് പുറകിട്ടിരിക്കുകയല്ലേ. എൻ്റെ വൈഫിൻ്റെ കയ്യിലാണെങ്കിൽ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉള്ളൂ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ബാക്ക് പാക്കും മറ്റേ ഈ ഹാൻഡ് ബാഗും. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്ന് നിന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കുറച്ച് സെക്കൻഡ് നമ്മൾ കാത്തിരിക്കും. ആൾക്കാരൊക്കെ ട്രെയിനിനകത്തുള്ള ആൾക്കാർ ഇറങ്ങാനായിട്ട് നമ്മൾ ആദ്യം നിൽക്കും. അത് കഴിഞ്ഞ് അവരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറും. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഈ 4 കുട്ടികളും അവരും നമ്മുടെ കൂടെ ഉള്ളിലോട്ട് കയറി. അതിനകത്ത് 2 പേര് പുറകിൽ, 2 പേര് മുമ്പിലും. ഒരു പെൺകുട്ടി എൻ്റെ മുമ്പിൽ കയറിയിട്ട് ഈ ട്രെയിനകത്ത് ഒരു കമ്പിയുണ്ട്, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് താഴെ നിന്ന് മുകളിൽ വരെ ഇട്ടിരിക്കുന്ന കമ്പി, ആൾക്കാർക്ക് പിടിച്ച് നിൽക്കാനുള്ള. അപ്പോൾ ഞാൻ കയറുന്നതിന് മുമ്പ് എൻ്റെ വൈഫ് കയറി അവിടെ ഒരു സീറ്റ് കണ്ട്, വലതുവശത്ത് ഒരു സീറ്റ് കണ്ട് വൈഫ് അവിടെ പോയിരുന്ന സീറ്റ് കയറി അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് വേറെ സീറ്റ് കിടപ്പുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നത്, അവിടെ വരാം, ഇവിടെ സ്ഥലമുണ്ട്. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഈ 4 കുട്ടികളിൽ ഒരു പെൺകുട്ടി, അവൾ ഈ ഒരു കമ്പി പിടിച്ചിട്ട് എൻ്റെ വഴി അറിയാത്തതുപോലെ യാദൃശ്ചികമായിട്ട് പിടിച്ചതുപോലെ ആ കമ്പി പിടിച്ച് എൻ്റെ വഴി ബ്ലോക്ക് ചെയ്ത് എന്നെ അങ്ങോട്ട് വിടാൻ, എനിക്കങ്ങോട്ട് പോകാൻ വഴിയില്ലാതെ. അപ്പം ഞാനിന്ന് ഇവളുടെ മുഖത്തോട്ടൊന്ന് നോക്കിയപ്പോൾ ഇവർ മാറുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇവർ തമ്മിൽ സംസാരിക്കുന്നു, ഇതൊക്കെ നടക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ 4 പേര് സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം എൻ്റെ വിചാരം ഇവരും നമ്മളെപ്പോലെ തന്നെ എന്തോ ഒരു ടൂറിസ്റ്റാണ്, പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്, ഇവർക്കും ഈ സ്ഥലമൊന്നും അറിഞ്ഞുകൂടാ, ഇവരും നമ്മളെപ്പോലെ തന്നെ എന്തൊക്കെയോ പഠിക്കുക, എന്തൊക്കെയോ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനിടയിലാണ് ഇവൾ ഈ കമ്പി പിടിച്ചിട്ട് എൻ്റെ വഴി ബ്ലോക്ക് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ഒന്ന് നോക്കി, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്, ഞാനങ്ങോട്ട് പോട്ടെ, ഇവൾ വിട്ടുതരുന്നില്ല. ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, എന്നെ മൈൻഡാക്കുന്നുമില്ല, എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു കാര്യം ചെയ്ത്, ഞാൻ ഒന്ന് വളഞ്ഞ വഴിയെടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് വേറെ വഴി കൂടെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോകാൻ നോക്കി. അങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഇവൾ മുമ്പിൽ വന്ന് വേറൊരു കമ്പി കയറി പിടിച്ച്. അപ്പോൾ പിന്നെയും എന്നെ ബ്ലോക്ക് ചെയ്ത്, ഇവൾ ആദ്യം ഇവിടെ ബ്ലോക്ക് ചെയ്ത്, പിന്നെ അവിടെയും ബ്ലോക്ക് ചെയ്ത്. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം ബ്ലോക്ക് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. അപ്പം ഞാൻ അപ്പം എൻ്റെ വൈഫ് അവിടെ എന്നെ വിളിക്കുകയാണ്, വാ ഇവിടെ സ്ഥലമുണ്ട്. അപ്പം ഞാൻ വൈഫിൻ്റെ അടുത്ത് കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞ്, ഇവളെന്നെ വിടുന്നില്ല, എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവളുടെ മുഖത്തൊന്ന് ദേഷ്യത്തിൽ നോക്കിയപ്പോൾ ഇവളൊരു ഹാറ്റ് വെച്ചിട്ടുണ്ട്, മറ്ററിയാമല്ലോ ലേഡീസിൻ്റെ വലിയ ഹാറ്റ്. ആ ഹാറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഊരിയിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഹാറ്റ് കമത്തിയിട്ട്, അതായത് നമ്മൾ തൊപ്പി വെക്കുമല്ലോ, അതിങ്ങനെ എടുത്തിട്ട് കമത്തിയിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച്, ഞാൻ നിൽക്കുന്ന എൻ്റെ മുമ്പിൽ ഹാറ്റ് വെച്ച്,
ഹാറ്റ് വെച്ചിട്ട് എന്തോ ഞാൻ താഴെ നോക്കാതിരിക്കാൻ വേണ്ടി എന്തോ എൻ്റെ വിഷ്വൽ താഴോട്ട് നോക്കാതിരിക്കാൻ വേണ്ടി എന്തോ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഹാറ്റ് എൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ എൻ്റെ വിഷ്വൽ ബ്ലോക്ക് ചെയ്യും. എനിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വന്നു. പക്ഷേ എന്തുകൊണ്ടോ പെട്ടെന്ന് എൻ്റെ ദൃഷ്ടി താഴെ പോയപ്പോൾ എൻ്റെ വാളറ്റ്, എൻ്റെ പോക്കറ്റ്, എൻ്റെ ബാക്ക് പാക്കിലുണ്ടായിരുന്ന പേഴ്സ്, അതിനകത്ത് കാശുണ്ട്, കാർഡുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളതിനകത്തുണ്ട്. അത് താഴെ കിടക്കുന്നത് അതൊരു ബർഗണ്ടി കളറിലാണ്. അറിയാമല്ലോ, ഒരു ബർഗണ്ടി എന്ന് വെച്ചാൽ ഒരു ഏകദേശം റെഡ് കളറിൻ്റെ അടുത്തുള്ള താഴെ കിടക്കുന്നത്. കണ്ടപ്പോൾ ഉടനെ എനിക്ക് മനസ്സിലായി എൻ്റെ വാളറ്റാണെന്നുള്ളത്. ഞാൻ ചാടി ആ വാളറ്റ് എടുത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഏതൊരു സ്റ്റേഷനെത്തി. ഇവർ 4 പേര് ഇറങ്ങി പോയി. ഞാൻ പോയി തഫ്സീറാടെ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ പോയപ്പോഴത്തേക്ക് ബാഗ് തോളത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത്. അപ്പം നോക്കുമ്പോൾ എൻ്റെ ബാഗ് തുറന്നിരിക്കുന്നു, പുറകിൽ ആ ബാക്ക് പാക്ക് സിപ്പർ മൊത്തം തുറന്നിരിക്കുന്നു. അപ്പം ഞാൻ ഉള്ളിൽ കയറ്റി നോക്കുമ്പോഴത്തേക്ക് പാസ്പോർട്ട് അതിനകത്തുണ്ട്. അപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഈ 4 ആൾക്കാർ, ഈ 4 പിള്ളേർ പോക്കറ്റ് അടിക്കാരായിരുന്നു. ഇവർ നമ്മുടെ പുറകിൽ കയറിയിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത്, കാരണം വെച്ചാൽ ഒരാൾ ബ്ലോക്ക് ചെയ്ത് മറ്റവർ പുറകിൽ അവരുടെ ഓപ്പറേഷൻ ചെയ്യാണ്. അവർ എന്തുകൊണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് വളരെ വളരെ ഇതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്. പടച്ചവൻ്റെ സഹായം കൊണ്ട് മാത്രം, അതാണ് എനിക്ക് പറയാനുള്ളത്. പടച്ചവൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് എന്തുകൊണ്ടോ അവർക്ക് വാളറ്റും അവരുടെ കൈ കിട്ടി. അവർ വാളറ്റ് എടുത്ത്, പക്ഷേ നിലത്ത് വീണുപോയി. അവരുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് ആ വാളറ്റ് നിലത്തു നിന്നാണ് എനിക്ക് കിട്ടിയത്. പാസ്പോർട്ട് അവർ കണ്ടില്ലേ എന്നറിഞ്ഞുകൂടാ, പാസ്പോർട്ട് അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് പാസ്പോർട്ട് മോഷണം പോയിരുന്നെങ്കിൽ പിന്നെ ഞാൻ അവിടെ കുടുങ്ങിയേനെ. തിരിച്ച് അമേരിക്കയിൽ പോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ട് വന്നേനെ. എന്തെല്ലാം നൂലാമാല വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കരമായ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നേനെ ആ പാസ്പോർട്ട് പോയിരുന്നെങ്കിൽ. അവർ തുറന്ന് കൈയിട്ട് കഴിഞ്ഞാൽ പാസ്പോർട്ട് അവർക്ക് എടുക്കാൻ എളുപ്പമായിരുന്നു. എന്തുകൊണ്ടോ പാസ്പോർട്ട് അവരുടെ കൈ വന്നില്ല. വാളറ്റാണെങ്കിൽ താഴെ വീണ് കിടക്കുന്നു. അത് എനിക്ക് തിരിച്ച് കിട്ടി. ഇവർ 4 പേരുണ്ടായിരുന്നു. ഈ 4 പേർക്ക് എന്തുകൊണ്ടോ കൈമാറിയിരുന്നെങ്കിൽ വിതിൻ മിനിറ്റ്സ് അവരത് എടുത്ത് പോയതിന് ഞാൻ അങ്ങനെ സംഭവം ഞാൻ അറിയാനും പോലും പോകുന്നില്ല. ഇത് വലിയൊരു സംഭവമായിരുന്നു. അവിടെ പോയി ഇരുന്നപ്പോഴാണ് ഞാൻ അന്തം വിട്ടു പോയത്. ഇതെന്ത് സംഭവിച്ചു, ഇവന്മാരെങ്ങനെ ചെയ്ത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആശ്ചര്യമായത്, പടച്ചവൻ്റെ സഹായം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ വാളറ്റ് എൻ്റെ കയ്യിൽ കിട്ടില്ലായിരുന്നു. അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പോയാലുള്ള ബുദ്ധിമുട്ട്, പിന്നെ ക്രെഡിറ്റ് കാർഡ് മൊത്തം പോയാലുള്ള ബുദ്ധിമുട്ട്, കാശ് അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും ഓർമ്മയില്ല. എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ പടച്ചവൻ്റെ സഹായം കൊണ്ട് അത് എനിക്ക് തിരിച്ച് കിട്ടി. അവർ എടുത്ത് താഴെ വീണുപോയി. അവരുടെ കയ്യിൽ നിന്ന് എന്തോ കയ്യിൽ തെന്നിപ്പോയി എന്ന് 4 പേരുണ്ടായിട്ടും അത് അവർക്ക് കിട്ടിയില്ല. പടച്ചവൻ തീരുമാനിച്ചത് നടന്ന്, അവരുടെ തീരുമാനം നടന്നില്ല. അവർക്ക് അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ ചാടി ഇറങ്ങി അവർ പോവുകയും ചെയ്തു. അപ്പോഴാണ് സംഗതി മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഇവിടെ വളരെ കോമണാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ നമ്മുടെ നാട്ടിനെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ചും നമ്മുടെ നാടിനെ പോലുള്ള മറ്റ് നാടുകളെക്കുറിച്ച് അവർ പറയുന്നത് 3rd വേൾഡ് കൺട്രി എന്നാണ്, അല്ലേ? എല്ലാം 3ാം കിട രാജ്യങ്ങളാണെന്ന് പറയും. പക്ഷേ ഈ ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കത്തില്ല. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കള്ളന്മാർ, പോക്കറ്റടിക്കാർ ഫ്രാൻസിൽ ഈ പട്ടാപ്പകൽ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയത്തില്ല. എനിവേ, നിങ്ങൾ ഈ ഫ്രാൻസ് ആയാലും കൊള്ളാം, എവിടെ ആയാലും കൊള്ളാം. അതിപ്പം നമ്മുടെ നാട്ടിൽ എനിക്ക് ഇതുപോലെ സംഭവം പിന്നെ എറണാകുളത്ത് സംഭവിച്ചിട്ടുണ്ട്. അതെൻ്റെ കാശ് പോയി. അത് ഞാൻ സ്റ്റുഡൻ്റായ സമയത്താണ് അത് പോയി. എൻ്റെ അതും റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അപ്പം എവിടെ പോയാലും ഈ കാശ്, അതുപോലെ തന്നെ ഈ വാളറ്റ്, ബാഗ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം. അല്ലെന്നുണ്ടെങ്കിൽ കള്ളന്മാർക്ക് അവർക്ക് അറിഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും അവർക്കത് അറിയേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഒരു സംഭവം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് എനിക്ക് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടത് പടച്ചവൻ്റെ സഹായമാണ്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അനുഭവങ്ങൾ അമേരിക്കയിലും മറ്റ് ട്രാവൽ ചെയ്ത സ്ഥലത്തും സംഭവിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഇനിയും കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.